ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അല്ല 9,002 ഫോളോവേഴ്സ് ആയിരിക്കുന്നു. ചിഞ്ചുവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ഓഹോ, ഇപ്പൊ അങ്ങനെ ഇവരെ സെലിബ്രിറ്റീസ് ആയി. ഇപ്പൊ നമ്മള് വാങ്ങല് പിന്നെന്താന്നറിയാം, സ്പെഷ്യൽ ചേട്ടൻ പ്രമാണിച്ച് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോകും. ലെമൺ റൈസ് 4 പാഴ്സൽ ലെമൺ റൈസ് ആണ് 2 ദിവസത്തേക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 2 ദിവസത്തേക്ക് 4 പാർസൽ 4 പൊതി 4 പൊതി മെസ് ചെയ്യണം. അപ്പൊ എനിക്ക് ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ല. ഞാൻ രഞ്ജോട്ട് എപ്പോഴും പോകുമ്പോൾ ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കാം. അത് പക്ഷെ ഒരു നേരത്തിനെ പറ്റുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് അത് കേടുവന്ന് കളയേണ്ട അവസ്ഥയാണ്. ആക്ച്വലി എനിക്ക് അറിയാം, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിട്ട് ഇരിക്കണം. രഞ്ജോട് ഞങ്ങളുടെ പരീക്ഷണ വസ്തു. അപ്പൊ ഞങ്ങള് ഗ്യാസ് എത്തിച്ചോ. തുടങ്ങാം. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് എല്ലാം ഒപ്പം പറയാം. അപ്പൊ ഒരു 4 നേരത്തേക്ക് വേണ്ടായിരുന്നു. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. ബസ്മതി റൈസിലൊക്കെയാണ് വെക്കുക, അല്ലെങ്കിൽ പൊന്നിയരിയിൽ വെക്കാം. നമ്മളിപ്പോ ജയ അരിയിലാണ് വെക്കുന്നത്. നമ്മൾ ചോറ് വെക്കുന്ന ഇതില് നമ്മൾ യൂസ് ചെയ്യുന്നത് ജിഞ്ചർ ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ. അതെന്താ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തപ്പോ? വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇപ്പൊ 4 ദിവസത്തിന് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ കുറെ ദിവസത്തിന് വേണ്ടിയിട്ടാകുമ്പോ ഒരു വെളിച്ചെണ്ണ ഒരു കാറിലുണ്ടാവും. അതുകൊണ്ട് നല്ലെണ്ണയാണ് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് നല്ലെണ്ണയിലാണ്. ടേസ്റ്റ് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാവട്ടെ. അപ്പൊ ഇനി എന്തായിരുന്നു? കടുക്. അപ്പൊ ഇത് ഓപ്പൺ ആക്കാം. പറഞ്ഞോ, നീ സ്റ്റാർട്ടാ. യൂസ് ചെയ്യുക എന്തും ഇതാക്കാം. കാരണം ഇതില് ഒരു സാധനം പോലും കരിയാൻ പാടില്ല. കരിഞ്ഞാൽ കേടുവരോ? അപ്പൊ നമ്മൾ ഗ്യാസ് ഓഫാക്കി. ഓഫാക്കിയില്ല. ഓക്കെ, സിമ്മാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കും. കുറച്ച് നിറയെ കടുകുണ്ട്. ഓക്കെ, അധികം നിറയെ ചോറുള്ളായിരുന്നുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ കടുക് യൂസ് ചെയ്യണം. ഓക്കെ, പൊട്ടട്ടെ. ചറ പൊട്ട് പൊട്ടണ്ട, മെല്ലെ പൊട്ടണം. നല്ല പൊട്ടിയാൽ മതി, നിർബന്ധമൊന്നുമില്ല കരിയാൻ. ഓക്കെ, കടുക് പൊട്ടിക്കളി. ഇനി നമുക്ക് നേരെ ഇതെന്തൊക്കെയാ? ഉഴുന്ന്, കടലപ്പരിപ്പ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ വേണമെങ്കിൽ എന്താ പൊട്ടുകടല ചേർക്കാട്ടോ. കടല, അണ്ടിപ്പരിപ്പ്. ഞാനിവിടെ നിലക്കടല യൂസ് ചെയ്തു. അങ്ങനെ ഓവർ സാധനങ്ങളൊന്നും. ഓക്കെ. പിന്നെ ജീരകം ചിലർ ചേർക്കും. ചെറിയ ജീരകല്ലേ? കുഞ്ഞു ജീരകം അതൊക്കെ ചേർക്കണ്ട. നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഫ്ലേവറിനനുസരിച്ച്. ഓക്കെ, അപ്പൊ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഓക്കെ, ഓഫ് ചെയ്തു. പൊട്ടിക്കഴിഞ്ഞു. ഓഫ് ചെയ്തു. ഞാൻ ഇടണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതിലോട്ട് ഇടുമ്പോ പിന്നാലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇടും കേട്ടോ. ഓക്കെ, ഒന്ന് ചൂടായി. വീണ്ടും നമ്മൾ സ്റ്റവ് കത്തിച്ചിരിക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കണു. സിമ്മാക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, ഇഞ്ചി. നമുക്ക് വീട്ടിൽ അപ്പൊ കഴിക്കാനാണെങ്കിൽ 2 ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. ഗ്യാസിന് നല്ലതാണ്, ടേസ്റ്റും കിട്ടും. അപ്പൊ വെളുത്തുള്ളിട്ടില്ല. നമുക്ക് എല്ലാ പേരും വെളുത്തുള്ളി ഒരു വഴുവഴുപ്പ് വരും. അപ്പൊ ഇതിലേക്ക് ഇതൊന്ന് കളർ ജസ്റ്റ് ഒന്ന് കളർ മാറി കഴിഞ്ഞാല് നമുക്ക് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ഇതിന്റെ ഉണക്കമുളകൊക്കെ ചേർത്താട്ടോ. ഞാൻ ചേർക്കണം. കറിവേപ്പില ചേർക്കാം. ഇതൊന്നും മൂത്രട്ടോ. കറിവേപ്പില കിട്ടാനുള്ള വേഗം കരിഞ്ഞു പോകും കറിവേപ്പിലൊക്കെ. അപ്പൊ ഇഞ്ചിന്റെ നല്ല പച്ചമണം പോണ വരെ ഇരുന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴവഴ നന്നായിട്ട് ക്യാമറയിലാണ്. അപ്പൊ ഞാൻ കണ്ടുപഠിച്ചിട്ട് രഞ്ജോട്ടൻ കുറച്ച് പോണ സമയത്ത് ലെമൺ റൈസ് ഉണ്ടാക്കി കൊടുക്കാന്നാ വിചാരിക്കുന്നത്. ഞാനേ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് രഞ്ജോട്ടൻ പറഞ്ഞത് കാരണം കൊണ്ടാണ്. ട്രെയിനിൽ ഇതുപോലെ നമ്മള് തൈര് സാദം അതൊരു
പുളിസാദം മുട്ട പുളിസാദം അങ്ങനെ ഒരുപാട് പഴയ പൗഡറുണ്ട്, പുളിയുള്ള ഒരു പൗഡറുണ്ട്. ആ പൗഡർ ചോറിൽ ഇതേപോലെ മിക്സാക്കി വേണം. എന്തായാലും നമുക്ക് പരീക്ഷ നോക്കാം. നമ്മളിപ്പോ സാധാരണ നമ്മുടെ നോർമൽ അരിയും കൊണ്ടല്ലേ ചോറ് കൊണ്ടല്ലേ വെക്കണം. ചിലര് പൊന്നി അരി കൊണ്ടൊക്കെ വെക്കുന്നതാണല്ലേ ഈ തമിഴ്നാട് സൈഡ്. ബസ്മതി റൈസ് ആണ് ആക്ച്വലി ലെമൺ റൈസിന് വെക്കുക. ഓക്കെ, നമ്മുടെ ഈ തമിഴ്നാട് സൈഡൊക്കെ കൂടുതൽ പൊന്നി അരി, അതുകൊണ്ട് നമ്മൾ തക്കാളി ചോറ് ഫുൾ ഈ ഒരു സംഭവം കൊണ്ടൊക്കെയാണ്. അപ്പൊ നമുക്ക് പൊതുവെ അത് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്, ട്രെയിനത്തെ ഫുഡ് നന്നല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കഴിക്കുന്നു. പിന്നെ ഇതായിട്ടോ ഇനി കറിവേപ്പില ഉള്ളിയിട്ടുള്ളൂ, അത് കറിവേപ്പില ഇട്ടിരിക്കുന്നു. ഇനി നന്നായിട്ട് അടുത്തെന്താ ഉള്ളിയൊന്നും ചേർക്കില്ല. ഇല്ല ഉള്ളി ഈ ഉള്ളി പറഞ്ഞ സാധനം ഇടാൻ പറ്റില്ല. ഇത് കേട്ടോ ഇനി ഞാനിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിനു ശേഷം ഇതിന്റെ മഞ്ഞപ്പൊടി, വെറും മഞ്ഞപ്പൊടി മാത്രല്ലേ. മഞ്ഞപ്പൊടി അല്ല കടലിടണം. ഞങ്ങൾ കടലയിടാൻ മറന്നിരിക്കുന്നു. വീണ്ടും ഞങ്ങൾ നിലക്കടല വീണ്ടും ഞങ്ങൾ ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പൊ ഇപ്രാവശ്യം അവൻ കഴിച്ചിട്ട് ഓക്കെ നല്ലതാണ് ഗുഡാണ് എന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതന്നെ ഫോളോ അപ്പ് ചെയ്യും പറഞ്ഞാൽ എപ്പോഴും ഇതന്നെ ഇനി അവന് തിരിച്ച് പോകുമ്പോ കൊടുത്തു വിടണമായിരിക്കും. ഇത് കേടുവരാതിരുന്ന അത്രയും നല്ലതാണ്. അതെ, കാരണം അവർക്ക് ട്രെയിനിൽ ഫുഡ് നന്നല്ല, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പോരാത്തതിന് അവർക്ക് ആ വീട്ടിലെ ഫുഡ് കഴിക്കുന്ന ഒരു ഫീല് കിട്ടും. അതുവരെയ്ക്ക് ഇനി ആ 2 ദിവസം ഇനി കഴിക്കുമ്പോ ഒരു ഫീലല്ലേ. നമ്മൾ ഈ ലെമൺ റൈസിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമ്മള് സോയാബീൻസും മാന്തളമീൻ വറുത്തത്, ഉണക്കമീൻ ആരെ മീൻ കൊണ്ടെത്തത് മത്തി കൊടുത്തുവിടായിരുന്നു. എന്നാ പിന്നെ ബോഗി പുറത്തുനിന്ന് അറിഞ്ഞല്ലേ. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്നവരുണ്ട്. പക്ഷെ നമ്മള് ആ നേരത്തിൽ ഒരു നേരത്തിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷെ അത് പിറ്റേ ദിവസത്തേക്ക് വെക്കുമ്പോ ചീത്തയായി പോകും. അപ്പൊ നമ്മള് ഉണക്കമീനെ എടുത്തിങ്ങനെ ഉണക്കമീനില് മാന്തൽ മീൻ. നിങ്ങളുടെ നാട്ടില് മാന്തൽ എന്നാണോ പറയാറ്? അത് നിങ്ങൾ എന്താ പറയുന്നത് കമന്റ് ചെയ്തോട്ടെ. ഇപ്പൊ ഞങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്തായാലും ഉണക്കമാന്തള പോലെ ആയിരിക്കുന്നത് എന്നൊക്കെ പറയും. അതായത് ഞാനൊക്കെ പറഞ്ഞു, എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് പ്രസവിച്ചിട്ട് ഞാന് ഉണക്കമാന്തള പോലെ എന്താ പറയാ 110 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ എന്നെ കണ്ട എല്ലാവരും അതാ പറയുന്നത്, പ്രസവിച്ചിട്ട് നീ എണിച്ചതാണോ എന്നാണ് പറയുന്നത്. തടിയില്ല, മെലിഞ്ഞ് സ്ലിമ്മായി. അപ്പൊ എല്ലാവർക്കും അതിന് ഡൗട്ടോടെ കേട്ടോ. ഞാൻ 2 കുട്ടികളുടെ സന്തൂർ മമ്മിയാണ്. അതെ. ഓക്കെ, ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. ഞാൻ ഓഫാക്കി. ഓക്കെ ഓക്കെ. മഞ്ഞപ്പൊടി കുറച്ചധികം ഇടാം. കാരണം എല്ലാ റൈസും നല്ല കളറായതാണ് കഴിക്കാനൊരു മഞ്ഞ കളർ കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്ര ഉള്ളു. ഇനി നമ്മള് നാരങ്ങനീര് ഇതിലൊഴിക്കാൻ പാടില്ല. നാരങ്ങനീര് ലാസ്റ്റാണ് ഒഴിക്കാൻ. അതായത് ഇതിൽ തന്നെ ഒഴിച്ചാണല്ലോ അത് കച്ചു കയപ്പ. ഓക്കെ, നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കുന്നത് പറയാ. എന്തെങ്കിലും മാറ്റങ്ങളോ ഞാനൊരു 14 കണ്ടിട്ടാണ് ഇതുണ്ടാക്കുക. അത് ശരി. അപ്പൊ പിന്നെ അത് സെയിം തന്നെ ആയിരിക്കും. അല്ല, എന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴെ കമന്റ്. കുറെ ദിവസത്തേക്ക് നിൽക്കാൻ പറ്റിയ റെസിപ്പീസ് വല്ലതും. അതെ, കമന്റ് കമന്റ് ചെയ്യാം. ആയിട്ടുണ്ടല്ലോ അല്ലെ. ഇതിലേക്ക് റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. റൈസ് ഓക്കെ, റൈസ് അപ്പൊ എടുത്തിട്ട് വരാം. റൈസ് എടുത്തിട്ടുണ്ട്. 4 ദിവസത്തിനുള്ള റൈസാണ് കേട്ടത്. ക്വാണ്ടിറ്റി കണ്ടിട്ട് ആരും പേടിക്കരുത്. അതെ, 4 ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പാക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, ഗ്യാസ് ഇപ്പൊ ഓഫാണ്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. മതി, ഇളക്കിയെല്ലാം സെറ്റായി വരുമ്പോ വരും. മഞ്ഞ കളർ വരുന്നുണ്ട്. ഇതില് നമ്മൾ പ്രധാനമായിട്ട് ഇടേണ്ട ഒരു സാധനം ഇട്ടിട്ടില്ല. എന്താണെന്ന് പറയൂ? ലെമൺ ആണോ? ലെമൺ, പിന്നെ ഉപ്പ്. ഇത്ര നേരമായിട്ട് ഉപ്പിന്റെ കാര്യം മറന്നു. ഓക്കെ, ഇതിലത്തെ വെള്ളം ഫുള്ളും പോകണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സാധനം. ഓക്കെ, ഉപ്പിടുകയാണ്. അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ചോറായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് എനിക്ക് തെറി കേട്ടിട്ടുണ്ടാവും. അത് ശരിയാ. അപ്പൊ ഉപ്പിട്ട് കുറച്ചിട്ട് നോക്കാം. നമുക്ക് എന്നിട്ട് ഇളക്കിയിട്ട് സെറ്റ് ആണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന് ലാസ്റ്റ് ഒരേ ഒരു ഇതേ ഉള്ളൂ. മെയിൻ സാധനമാണ്. അതെ, മെയിൻ സാധനം ലെമൺ റൈസ്. അതിന്റെ ലെമൺ ആഡ് ചെയ്യാനുണ്ട്.
നോക്കില്ലേ ഞാൻ നോക്ക് കത്തിക്കാണ്. ആ ചൂടാണ്. ഇപ്പൊ ഇടാം. ഉപ്പ് ലേശം കുറവായിരുന്നു, കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി കഴിഞ്ഞോ? ഓഫ് ആക്കണോ? ഇല്ല ഇല്ല, ഇത് നന്നായിട്ട് ചൂടാവണം, അല്ലെങ്കിൽ ഈ ചോറ് നന്നായി ചോറ് തണുത്ത ചോറായിരുന്നു. അപ്പൊ നല്ലത് ചോറ് നല്ല ചൂടായിട്ട് ഇതാവണം അല്ലേ, അല്ലെങ്കിൽ കേടുവരും. ശ്രദ്ധിക്കുക. വാഴ ഇലയൊക്കെ സെറ്റ് ചെയ്യുന്നു. വാട്ടിയോ? നമ്മൾ വാട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, വാഴയില എല്ലാം വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് വാട്ടണം. ഫൈനലി നമ്മൾ നാരങ്ങ ഒഴിക്കാൻ പോവാണ്. ലെമൺ ജ്യൂസ് ഞാനിവിടെ 5-6 നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. പുളിക്ക് അനുസരിച്ച് എടുക്കുക. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പുളിപ്പ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യം. ഇനി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. എത്ര നേരം ഉള്ള ടേസ്റ്റ് എന്ന് വെച്ചിട്ട് ടേസ്റ്റ് വേറെ ആയിരിക്കും. ഈ പുളിപ്പുള്ളതുകൊണ്ടാണ് ചോറ് കേടുവരാതെ ഇരിക്കുന്നത്. നോക്കാം. എന്തായി, സെറ്റായോ? നല്ല അടിക്കും നാരങ്ങ നീരെത്താൻ. ഉപ്പെല്ലാം ഓക്കെ ആണല്ലേ? കറക്റ്റ്. അപ്പോ ലെമൺ റൈസ് സെറ്റ് ആയിരിക്കാണ്. പുളിപ്പ് നമ്മൾ രണ്ടാമത് ഒഴിക്കേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. ഓക്കെയാണ്, കുറച്ച് ഒഴിച്ചോളൂ. അപ്പൊ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നാരങ്ങയുടെ പുളിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കണത്. അപ്പൊ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇതിനോട് സൈഡ് ഡിഷ് കാര്യങ്ങളൊക്കെ വരുമ്പോ കഴിക്കാം. ടേസ്റ്റ് ഒന്നുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും. മല്ലിയില കൂടി കുറച്ച് മല്ലിയിലല്ലേ? ആ ഉണ്ട്. മല്ലിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ആ മീനും ആ സോയയും കൂടെ എടുത്ത് കഴിക്കുമ്പോൾ ഓഫ് ചെയ്തോളും. അപ്പൊ അതെല്ലാം കൂടി കഴിക്കുമ്പോൾ സെറ്റ് ആയിരിക്കും. ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ലെമൺ റൈസ് ആയിരുന്നു. അതെ, ലെമൺ റൈസിന്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ എല്ലാവർക്കും പുറത്ത് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. കേടുവരാതിരിക്കും. ജസ്റ്റ് വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആക്കുകയാണ്. അതെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.